afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Okay, start ചെയ്യാം അല്ലേ? Prayer ചെയ്തോളൂ ട്ടോ. Prayer ആണ്. Dear God, thank you for this opportunity to learn and grow. Please guide us in our online learning journey. Bless our teachers and classmates with wisdom, patience, and understanding. May we support one another and learn together in harmony. Thank you, ma'am. Okay. Then sign in. ഉള്ളവര് വെച്ച് ചെയ്യാം കേട്ടോ. ക്ലാസ് സ്ട്രെങ്ത് വളരെ കുറവാണ്. നിങ്ങൾ തന്നെ ചെയ്യാം, ആരെങ്കിലും സൈൻ ഇൻ ചെയ്യാം. ആരാ ചെയ്യുന്നേ? ഞാൻ പറഞ്ഞോട്ടെ. Good afternoon, ma'am. All are welcome to our class. As the prayer say, we have the ability to understand the knowledge or the class given by our dear teacher. Thank you. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് തോന്നുന്നു 1, 2, 3, 4, 6th പാരഗ്രാഫ് വരെ പറഞ്ഞു തോന്നുന്നു അല്ലെ? നോക്കിയ നിങ്ങള് ടീച്ചേഴ്സ് ആർ ഓൾസോ ഗിവൺ ദ ഓഫീസ് വർക്ക് ഡെലിവറി ഇതുവരെയല്ലേ പറഞ്ഞത്? ഓർമ്മയുണ്ടോ? ആർക്കും ഓർമ്മയില്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓഫീസ് മാനേജ്മെന്റ് അല്ലേ എടുത്തത്? ആരും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ ക്ലാസ്സിൽ. അനില ഉണ്ടായിരുന്നല്ലോ. അനില എവിടെ വരെ ആയിരുന്നു എടുത്തത്? മിസ് ഞാൻ ലാസ്റ്റ് ആയപ്പോഴേ കൊച്ച് ബഹളം വെച്ചോണ്ടൊക്കെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഓഫീസ് മാനേജർ ഏകദേശം കുറച്ചങ്ങോട്ട് കവർ ചെയ്തായിരുന്നു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇവിടം വരെയാണ് എടുത്തത് കേട്ടോ. ദീപയ്ക്ക് എന്ത് പറ്റി? ദീപ ഇപ്പൊ കേറാറില്ലല്ലോ, അറിയാമോ? ദീപ മനോജ്. ദീപയ്ക്കല്ലേ മാഡം ജോലി കിട്ടിയത്? ജോലി കിട്ടിയോ? നമ്മളെ ക്ലാസ്സിൽ ഇരുന്ന സമയത്തായിരുന്നു കോൾ വന്ന് അങ്ങനെ പോയിട്ട് വന്ന് ഭയങ്കര ഹാപ്പി ആയിട്ട് പറഞ്ഞായിരുന്നു. അതെ, അമൃത വിദ്യാപീഠം അവിടെയാണ്. ഏകദേശം എനിക്ക് തോന്നുന്നു 1 മാസത്തോളം ആവണം. അതാണിപ്പോ കാണാത്ത, ഒട്ടും തന്നെ കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, സന്തോഷം. നിങ്ങളുടെ ആരെങ്കിലും ആക്ഷൻ സോങ്ങോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? സ്റ്റോറിയോ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത പാരാഗ്രാഫിലേക്ക് കിടക്കാം. So it is better for the teacher to keep a notebook at least and enter the date and the item given, volume given, and the signature of the person to whom given in the same notebook. She should also keep a record of the materials which she has received, the date, quantity, and often she should verify their remaining stock, etc. Tally with the balance as per the notebook. This will keep her away from many problems. Okay. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഓഫീസ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഓഫീസ് ജോലികളുമായി ബന്ധപ്പെട്ടിട്ട് പല തരം ഡ്യൂട്ടീസ് കൊടുക്കാറുണ്ട്. അതിനകത്ത് ഒന്നാണ് യൂണിഫോംസ് ഡെലിവറി ചെയ്യുക, ബുക്കുകള്, നോട്ട് ബുക്കുകള്, അതുപോലെ മറ്റ് ചില ഡയറികള്, മാപ്പ് ഡ്രോയിങ് ബുക്ക്, കലണ്ടേഴ്സ്, ഇതൊക്കെ ഡെലിവറി ചെയ്യുക എന്നുള്ളത്. അപ്പോ ഇവര് ഈ സാധനങ്ങൾ ഡെലിവർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അത് പ്രൊവൈഡ് ചെയ്യുമ്പോൾ, ഇപ്പൊ ചിലപ്പോ ചില കേസിൽ കുട്ടികളായിരിക്കാം അത് വാങ്ങിക്കാൻ വരുന്നത്, അല്ലെങ്കിൽ പാരന്റ്സ് ആയിരിക്കാം. ഇവർ 2 കൂട്ടരാണെങ്കിലും ഇത് വാങ്ങിക്കാനായിട്ട് വരുമ്പോ ഇവരെന്ത് ചെയ്യണം? ഡെലിവറി ചെയ്യുന്ന സമയത്ത്
ഒരു നോട്ട്ബുക്കില് കൃത്യമായിട്ട് അതിന്റെ ഡീറ്റെയിൽസ് റെക്കോർഡ് ചെയ്ത് വെക്കണം. ഓക്കെ, നിങ്ങൾക്കറിയാലോ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പോകുന്നതല്ലേ സ്കൂൾ തുറക്കുന്നതിന് മുമ്പായിട്ട് കളക്ട് ചെയ്യാനായിട്ട് യൂണിഫോമും ബുക്കുകളൊക്കെ. പോയിട്ടുണ്ടോ? ഉണ്ടല്ലേ? ഓക്കെ. അപ്പോ അവർ പ്രധാനമായിട്ടും നോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് ആ ഒരു ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ യൂണിഫോം ആകട്ടെ അല്ലെങ്കിൽ നോട്ട്ബുക്കുകളാകട്ടെ എന്നാണ് അതിൽ ഡെലിവർ ചെയ്തത്, ആ ഒരു ഡേറ്റ് ഉണ്ടാവും. ഇപ്പൊ ഇന്നാണ് പോയതെങ്കിൽ, ഇന്നാണ് നമ്മൾ സ്കൂളിൽ ചെന്നിട്ട് ഒരു ടീച്ചറിന്റെ ഇത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഇന്നത്തെ ഡേറ്റ് ആ നോട്ട്ബുക്കിൽ ഉണ്ടാകും. അതുപോലെ എന്താണ് കൊടുത്തത്, ചിലപ്പോൾ യൂണിഫോം ആയിരിക്കാം, അല്ലെങ്കിൽ നോട്ട്ബുക്ക് ആയിരിക്കാം, ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കാം, വാട്ടെവർ. അപ്പോ അതിന്റെ ഡീറ്റെയിൽസും ഈ നോട്ട്ബുക്കിൽ കൊടുത്തിട്ടുണ്ടാകണം. അതുപോലെ തന്നെ അതിന്റെ വോളിയം, എത്ര എണ്ണമാണ് കൊടുത്തത്. ഇപ്പൊ നോട്ട്ബുക്കും ടെക്സ്റ്റ് ബുക്കും ഒക്കെ ആവുമ്പോൾ ഒന്നിൽ കൂടുതൽ വരും അല്ലെ. അപ്പൊ എത്ര എണ്ണമാണ് കൊടുത്തതെന്ന് കറക്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ ഉണ്ടാകണം. അതുപോലെ തന്നെ സിഗ്നേച്ചർ, അതായത് വന്ന് വാങ്ങിക്കുന്ന വ്യക്തിയുടെ, അതായത് അവർക്ക് ഇത് കൊടുത്തു, അവരിത് കൈപ്പറ്റി എന്നതിന് തെളിവായിട്ട് അവരുടെ ഒപ്പ് കളക്ട് ചെയ്യാറുണ്ട്, സിഗ്നേച്ചർ മേടിക്കാറുണ്ട്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്തിരിക്കണം, ഈ ഒരു നോട്ട്ബുക്കില് രേഖപ്പെടുത്തിയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ എത്ര എണ്ണമാണ്, അതായത് റിസീവ്ഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി എത്രയാണ്, എത്ര എണ്ണമാണ് കൊടുത്തത്. അതുപോലെ തന്നെ ഇപ്പൊ ഒരു 100 നോട്ട്ബുക്ക് ഒരു ടീച്ചർക്ക് ഡെലിവറി ചെയ്യാൻ കൊടുത്തു എന്ന് വിചാരിക്കാം. അതായത് 50 നോട്ട്ബുക്കാണ് ആ ടീച്ചർ ആകെ ഡെലിവർ ചെയ്തത്. ബാക്കി എത്ര എണ്ണമാണ് ഉണ്ടാവുക? 100 എണ്ണത്തിൽ 50 പോയി കഴിഞ്ഞാല് എത്ര എണ്ണം ഉണ്ടാകും? 50 എണ്ണം ഉണ്ടാവും അല്ലെ. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും കൂടി കറക്റ്റ് ആയിട്ട് നോട്ട്ബുക്കിൽ രേഖപ്പെടുത്തി വെക്കണം. എന്നിട്ട് ടാലി ചെയ്ത് നോക്കണം, ബാലൻസ് വരുന്നതും അന്ന് കൊടുത്തതുമായിട്ടുള്ള സ്റ്റോക്കുകളെ ടാലി ചെയ്തിട്ട് കൃത്യമായിട്ട് നോട്ട്ബുക്കിൽ രേഖപ്പെടുത്തി വെക്കണം. ഇത് വരും കാലങ്ങളിൽ അല്ലെങ്കിൽ ഫ്യൂച്ചറിലെ ടീച്ചേഴ്സിന് ചില പ്രശ്നങ്ങൾ ഇത് മൂലം ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഒരു നോട്ട്ബുക്ക് കാണിച്ച് നമ്മൾക്ക് അതിൽ നിന്ന് പരിഹാരം കണ്ടെത്താനാകും അല്ലെ. ചില സ്കൂളുകളിൽ അല്ലെങ്കിൽ ചില എന്താ പറയാ കോളേജുകളിൽ അങ്ങനെയുള്ള ഇതിലൊക്കെ ഇഷ്യൂസ് ഉണ്ടാകാറുണ്ട്. അതായത് എന്താ പറയാ എണ്ണത്തിൽ കൂടുതൽ കാണുന്നില്ല, അല്ലെങ്കിൽ ഇപ്പോ 50 കുട്ടികൾക്കായിരിക്കാം കൊടുത്തത്, ചിലപ്പോ 70 എണ്ണം ആയിരിക്കും അവിടെ കാണാത്തത്. ഓക്കെ, ചിലപ്പോ മിസ്സിംഗ് ആയിരിക്കും 20 എണ്ണം. അപ്പൊ അങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ ടീച്ചറുടെ നേരെ വന്നു കഴിഞ്ഞാല് ടീച്ചർക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് ആയിട്ട് ഈ ഡീറ്റെയിൽസ് കാണിച്ചു കൊടുക്കാം. അത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ടീച്ചേഴ്സിന് പല പ്രോബ്ലങ്ങളിൽ നിന്ന് രക്ഷ നേടാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ടീച്ചർ എന്ന് പറയുന്ന വ്യക്തി അത് സ്റ്റുഡൻസിന്റെ കാര്യങ്ങളായാലും അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് കാര്യങ്ങളായാലും കറക്റ്റ് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കണം. ഇപ്പൊ ഒരു കുട്ടികളുടെ കയ്യിൽ നിന്ന്, അതായത് കുറച്ച് സ്റ്റുഡൻസിന്റെ കയ്യിൽ നിന്ന് ക്ലാസ് റൂമിൽ വെച്ചൊരു ക്ലാസ് ടീച്ചർ ആണെങ്കിൽ ആ ക്ലാസ് ടീച്ചർക്ക് പലതരത്തിലുള്ള ഡ്യൂട്ടീസ് ഉണ്ടാവും അല്ലെ. ഫീസ് കളക്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ആ ക്ലാസ് ടീച്ചറെയാണ് ഏൽപ്പിക്കുക. അപ്പൊ എക്സാം ഫീ പോലുള്ള കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാനായിട്ട് ടീച്ചേഴ്സിനെ ഏൽപ്പിക്കും. അപ്പൊ കൃത്യമായിട്ട് ഇത്ര രൂപ എന്നുണ്ടാകും. എല്ലാ സ്റ്റുഡൻസിനും ഒരുപോലെ ആയിരിക്കും എക്സാം ഫീസ് വരുന്നത്, ആർക്കും സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാവില്ല, എല്ലാവർക്കും ഒരേപോലെ തന്നെയായിരിക്കും. ഇപ്പൊ 50 രൂപയാണ് എക്സാം ഫീസ് എങ്കിൽ ഒരു 30 കുട്ടികൾ ഉണ്ടെങ്കിൽ ആ 50 രൂപ കളക്ട് ചെയ്ത് കഴിഞ്ഞാല് എത്ര രൂപയാണ് ടോട്ടൽ കിട്ടിയിരിക്കുന്നത്, ആരൊക്കെയാണ് ഇനി തരാനുള്ളത്, അങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള വിവരങ്ങള് എന്ത് ചെയ്തിരിക്കണം, ആ നോട്ട്ബുക്കിൽ രേഖപ്പെടുത്തിയിരിക്കണം. ഓക്കെ, മാത്രമല്ല അത് കൃത്യമായിട്ട് എണ്ണി തിട്ടപ്പെടുത്തിയതിനു ശേഷമാണ് അത് ഓഫീസിൽ കൈമാറുന്നത് അല്ലെ. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഏതൊരു സ്ഥാപനമാണെങ്കിലും ക്യാഷ് ഇടപാട് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പൊ സ്കൂളിനെ അപേക്ഷിച്ച് അത്ര വലിയ ഡിഫിക്കൽട്ടി ഒന്നുമില്ല ഇത് കളക്ട് ചെയ്യുന്നതും ഇത് എഴുതുന്നതുമായി ബന്ധപ്പെട്ട്. കാരണം എപ്പോഴും നടക്കുന്ന ഒന്നല്ലല്ലോ ഫീസ് കളക്ഷൻ എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ, ഇവിടെ ഹോസ്പിറ്റൽ പോലുള്ള അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് പോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെയൊക്കെ ഡേ ടു ഡേ ട്രാൻസാക്ഷൻ ആണ് മണിയുടെ. പക്ഷെ ആ ഒരു കാര്യം ഇവിടെ നടക്കുന്നില്ല. വല്ലപ്പോഴും ആയിരിക്കാം കളക്ട് ചെയ്യാനുണ്ടായിരിക്കുക, പക്ഷെ അക്കാര്യം വളരെ കൃത്യതയോട് കൂടി വേണം നമ്മൾ ചെയ്യാനായിട്ട്. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് സഹിതം രേഖപ്പെടുത്തി വെക്കേണ്ടതുണ്ട്. നിങ്ങൾ PSC എക്സാം എഴുതിയിട്ടുണ്ടോ? എത്ര പേര് എഴുതിയിട്ടുണ്ട് PSCയുടെ എക്സാം? ആരും എഴുതിയിട്ടില്ല? ഇവിടെ എല്ലാവരും തന്നെ എഴുതിയിട്ടുണ്ടല്ലേ? PSC എക്സാം നടക്കുമ്പോൾ എന്താണ് ടീച്ചർ ഇൻവിജിലേറ്റർ എന്താ അവിടെ ചെയ്യുന്നത്? ഒരാളൊന്ന് പറയാമോ? പറയൂ, മിണ്ടാതിരിക്കല്ലേ, പറയൂ. ഞാൻ എനിക്ക് ഒരുപാട് വർഷമായി. എന്നാലും ടീച്ചർ വന്നുകൊണ്ട് ആദ്യം കൊണ്ടുവന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ നമ്പർ എടുത്ത് അതിനെ കളക്ട് ചെയ്ത് വെക്കും. അതിനുശേഷം നമ്മളെ ABCD 4
ഗ്രേഡിലാണല്ലോ ഈ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. അതിനെ 4ആയിട്ട് കളക്ട് തരംതിരിക്കും. തരംതിരിച്ചതിന് ശേഷം അതനുസരിച്ചാണ് ക്വസ്റ്റ്യൻസ് ബെല്ലടിക്കുന്ന സമയത്ത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ടോ അതിനെ എണ്ണി തിട്ടപ്പെടുത്തും. അവര് പിന്നെ ആധാറുമായിട്ട് രജിസ്ട്രേഷൻ നമ്പർ ക്ലിയറൻസ് നടത്തും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ഇപ്പൊ ഓർമ്മ വരുന്നുള്ളൂ. അല്ലേ? അതായത് ഒരു ടീച്ചർ ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട്. അതായത് ആ ടീച്ചർ അവിടേക്ക് വന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, കുട്ടികൾക്ക് ക്ലാസ്സിൽ ഇരിക്കുവാണ്. ക്ലാസ്, അതായത് കുട്ടികൾക്ക് പ്രവേശിക്കാൻ എൻട്രി ചെയ്യേണ്ട സമയമാകുമ്പോൾ കുട്ടികൾ എല്ലാവരും ക്ലാസ് റൂമിൽ എൻറ്റർ ചെയ്തിരിക്കും അല്ലെ. അപ്പോ ടീച്ചർ കറക്റ്റ് ക്ലാസ്സിൽ വന്നു. ക്ലാസ്സിൽ വന്നിട്ട് ടീച്ചറുടെ കയ്യിൽ ഒരു ഷീറ്റ് ഉണ്ടാവും അല്ലെ. എന്ത് ഷീറ്റാ ഉള്ളത്? എന്ത് ഷീറ്റാ ഉണ്ടാവുക? ഓർമ്മയുണ്ടോ? അഞ്ചിനെ പറയൂ. നമ്മുടെ എഴുതുന്ന വിദ്യാർത്ഥികളുടെ ഫോട്ടോയും പേര് മറ്റേ രജിസ്റ്റർ നമ്പർ ഒക്കെ ഉള്ള ഒരു ചെറിയൊരു പേപ്പർ പോലത്തെ സംഭവം ഉണ്ടോ ടീച്ചറിന്റെ? അതായത് സ്റ്റുഡൻസിന്റെ, അതായത് ആ ഉദ്യോഗാർത്ഥികളുടെ ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള ഒരു പേപ്പറാണ് ഉണ്ടാവുക. അതിനകത്ത് അവരുടെ ഫോട്ടോ ഉണ്ടാകും, അതുപോലെ തന്നെ അവരുടെ അഡ്രസ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഇതുമായി വന്ന് പിന്നെ അതുപോലെ രജിസ്റ്റർ നമ്പറും ഉണ്ടാവും അതിനകത്ത് അല്ലെ. അപ്പൊ ഇതുമായിട്ട് അവര് നമ്മുടെ അടുത്ത് വരും. അടുത്ത് വരുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഹോൾ ടിക്കറ്റും അതിനകത്തുള്ള വിവരങ്ങളും സെയിം ആണോ എന്ന് നോക്കും. നോക്കില്ലേ? ചെക്ക് ചെയ്യാറില്ലേ? ഉണ്ടല്ലേ. പിന്നെ ചില ടീച്ചേഴ്സ് എന്ത് ചെയ്യാറുണ്ട്? ഫോട്ടോ നോക്കാറുണ്ട്, എന്നിട്ട് നമ്മുടെ ഫേസ് നോക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ അങ്ങനെ? ചിലവർക്കൊക്കെ ഭയങ്കര മാറ്റങ്ങൾ വരാം അല്ലെ. ചിലപ്പോൾ പഴയ ഫോട്ടോ ആണെങ്കിൽ ഇപ്പൊ കുറച്ചുകൂടി വണ്ണമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മുഖമൊക്കെ മാറാം, അല്ലെങ്കിൽ മെലിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ വ്യത്യാസം വരാം. അപ്പൊ ചില ടീച്ചേഴ്സ് എന്ത് ചെയ്യാറുണ്ട്? നോക്കാറുണ്ട്, ഫേസ് നോക്കാറുണ്ട്. പിന്നെ ചിലവര് അഡ്രസ്സ് നോക്കാറുണ്ട് അല്ലെ. അതായത് ഹോൾ ടിക്കറ്റിലെ അഡ്രസ്സും അതുപോലെ തന്നെ നമ്മുടെ പ്രൂഫിലെ അഡ്രസ്സും സെയിം ആണോ എന്ന് നോക്കാറുണ്ട്. അപ്പൊ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അവരവിടെ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ വന്നതെന്ന്. കാരണം അവരുടെ ജോലി എന്താണ്? കറക്റ്റ് ആയിട്ട് ആ കാര്യങ്ങൾ രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പൊ എന്തെങ്കിലും വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇനി അതിനനുസരിച്ച് എല്ലാവരും കറക്റ്റ് ചെക്ക് ചെയ്തതിന് ശേഷം അവര് നമ്മുടെ സൈൻ വാങ്ങിച്ചിട്ട് പോകും അല്ലെ. പിന്നീട് എന്താ നടക്കുന്നത്? എല്ലാ കുട്ടികൾക്കും ഇത് കൊടുത്തു, വെരിഫൈ ചെയ്തു. അതിനുശേഷം അവര് നമുക്ക് ആൻസർ പേപ്പർ തരും. ആൻസർ പേപ്പർ തന്നു കഴിഞ്ഞാൽ അവർ പ്രത്യേകം പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു പ്രാവശ്യം മാത്രമാണ് നിങ്ങൾക്ക് ആൻസർ ഷീറ്റ് തരിക. നിങ്ങൾ തെറ്റി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാല് രണ്ടാമത്തെ പ്രാവശ്യം അത് തരുന്നതല്ല. അത് പ്രത്യേകം പറഞ്ഞിട്ടാണ് അവരത് തരുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ എല്ലാ കാര്യങ്ങളും അതിനകത്ത് രേഖപ്പെടുത്തി വെക്കും അല്ലെ. നമ്മുടെ രജിസ്റ്റർ നമ്പർ, നമ്മുടെ കാറ്റഗറി, അതുപോലെ തന്നെ കാറ്റഗറി നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ ഡേറ്റ് ഓഫ് എക്സാം ഡേറ്റ്, ഇതൊക്കെ എല്ലാ കാര്യങ്ങളും നമ്മൾ രേഖപ്പെടുത്തി വെച്ചതിന് ശേഷം അടുത്ത ബെല്ലടിക്കുമ്പോൾ അവരെന്ത് തരും? ക്വസ്റ്റ്യൻ പേപ്പർ തരും. ക്വസ്റ്റ്യൻ പേപ്പർ തരുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കോഡ് അനുസരിച്ചിട്ടാണ് അവർ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ പ്രൊവൈഡ് ചെയ്യുക അല്ലെ. അതിനനുസരിച്ച് നമ്മളത് വാങ്ങിച്ച് അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് പ്രകാരം എന്ത് ചെയ്യും? നമ്മൾ അതിനകത്ത് അതായത് എക്സാം നമ്മൾ എഴുതാനായിട്ട് തുടങ്ങും. ഇതിനിടയ്ക്ക് അവർ ചെയ്യുന്ന വേറൊരു കാര്യമുണ്ട്. എന്തായിരിക്കും അത്? ഇത്രയും കാര്യങ്ങൾ അവർ ചെയ്തു, ഇതിനിടയ്ക്ക് വേറൊരു കാര്യം ചെയ്യും അവര്. എന്തായിരിക്കും ചെയ്യുന്നത്? ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരെങ്കിലും? അതെ അതെ, അവരുടെ ജോലി അവിടെ തീരുന്നില്ല അല്ലെ. അതായത് എത്ര പേരാണ് അവിടെ പ്രസന്റ് ആയിട്ടുള്ളത്, എത്ര പേരാണ് അവിടെ ആബ്സെന്റ്. അപ്പൊ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, ആബ്സെന്റ് ആയവരുടെ ആ ഒരു കോളത്തിന്റെ അവിടെ ആയിട്ട് ഒരു വലിയൊരു വര വരയ്ക്കുന്നത് കാണാം, റെഡ് കളറിൽ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടല്ലേ? അപ്പൊ അത് കറക്റ്റ് ആയിട്ട് അതുപോലെ തന്നെ അവിടെ നിന്നും കൊണ്ട് തീരുന്നില്ല കേട്ടോ. അതങ്ങനെ അവര് മാർക്ക് ചെയ്യുകയും പിന്നീട് വേറൊരു പേപ്പറിൽ എഴുതി വെക്കുകയും ചെയ്യുന്നുണ്ട്. ആരാണ് ആബ്സെന്റ് ആയിട്ടുള്ള സ്റ്റുഡന്റ്, അതുപോലെ സ്റ്റുഡന്റിന്റെ പേരല്ല, രജിസ്റ്റർ നമ്പറാണ് എഴുതി വെക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ അവർ ചെയ്തിട്ട് കറക്റ്റ് ഡീറ്റെയിൽസ് അവർ ആ ഒരു പേപ്പറിൽ രേഖപ്പെടുത്തി വെക്കും. അതിനുശേഷം ഈ പരീക്ഷ തുടങ്ങുന്ന അല്ലെങ്കിൽ പരീക്ഷ നടക്കുന്നതിന്റെ ഇടയിലായിട്ട് PSC ഇതുമായി ബന്ധപ്പെട്ട PSC ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള ഓഫീസേഴ്സ്, ഓക്കെ, PSC ഓഫീസിൽ നിന്നുള്ള ഓഫീസേഴ്സ് ഇടയ്ക്ക് ചെക്ക് ചെയ്യാനായിട്ട് വരും. എന്നിട്ട് അവര് ഇവരോട് വന്ന് ചോദിക്കും, എത്ര പേരാണ് ആബ്സെന്റ് ആയിട്ടുള്ളത്, എത്ര പേര് പ്രസന്റ് ആയിട്ടുണ്ട്. എന്നിട്ട് അവരിങ്ങനെ നോക്കും, പിള്ളേരുടെ ഒക്കെ എണ്ണം നോക്കും. എന്നിട്ട് അവര് പോകും. അവരെ കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഇടയ്ക്ക് വരുന്ന ആളുകള് കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നാ ഇടയ്ക്ക് ഒരാള് വരും കേട്ടോ.
ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ട് എന്ത് ചെയ്യും? അതായത് ആൻസർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഷീറ്റിൽ എന്ത് ചെയ്യും? ഇവരത് വെക്കുന്നത് കാണാം, ഒട്ടിച്ചു വെക്കുന്നത് കാണാം. അത് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ആ, എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവര് അത് കൈമാറുന്നത്. അപ്പൊ ഇത്രയും അധികം പ്രോസസ് ആണ് അവിടെ നടക്കുന്നത്. അപ്പൊ ഈ പ്രോസസ്സിലെ മൊത്തം ഡീറ്റെയിൽസ് രേഖപ്പെടുത്തുകയാണ് അവരുടെ ജോലി. അപ്പൊ ഓരോ കാര്യങ്ങളും, അതായത് മൈന്യൂട്ട് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും, അതായത് നമ്മുടെ ഈ ശ്രദ്ധയിൽപ്പെടാത്ത കാര്യം പോലും നമ്മൾ ഒന്നും തന്നെ ഇതാക്കാൻ പാടില്ല. അതായത് കറക്റ്റ് ആയിട്ട് നമ്മൾ രേഖപ്പെടുത്തി വെക്കണം. ഓരോ ഡീറ്റെയിൽസ് നമ്മൾ സൂക്ഷിച്ചു വേണം എന്ത് ചെയ്യാൻ, റെക്കോർഡ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പൊ ഇത്രയും വലിയൊരു റെസ്പോൺസിബിലിറ്റി ആണ് ആർക്ക് കൊടുക്കുന്നത്? ടീച്ചേഴ്സിന് കൊടുക്കുന്നത്. അപ്പൊ ഈ ടീച്ചർ ഈ കാര്യങ്ങൾ പഠിക്കുന്നത്, അതായത് ഇങ്ങനെയുള്ള ഡ്യൂട്ടിക്കും സ്കൂളിൽ മാത്രം ഒതുങ്ങുന്നതല്ല ടീച്ചറുടെ ജോലി എന്ന് പറഞ്ഞാൽ. അതായത് എക്സ്റ്റേണൽ വർക്കുകളായിട്ട് ഇങ്ങനെയുള്ള എക്സാം ഡ്യൂട്ടി അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ടീച്ചേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞു വെച്ചാൽ മാത്രമാണ് ടീച്ചേഴ്സിന് ഇത്തരം ഡ്യൂട്ടീസ് കൊടുക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ പറഞ്ഞത്? അല്ലേ? ഓക്കെ, then നെക്സ്റ്റ് വായിച്ചോളൂ കേട്ടോ. ഫയൽസ് ടു ബി യൂസ്ഡ് ഇൻ സ്കൂൾസ്. ഓക്കെ, അപ്പോ സ്കൂളിൽ സൂക്ഷിക്കുന്ന ഫയലുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ആദ്യം വരുന്നതാണ് അറ്റൻഡൻസ് റെക്കോർഡ്. ഓക്കെ, അറ്റൻഡൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെക്കോർഡാണ്. രണ്ടാമത്തത് മിറർ ആണ്. മിറർ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മിറർ ഡീറ്റെയിൽസ് അബൌട്ട് ദ സ്റ്റുഡൻസ് അറ്റൻഡൻസ് ആൻഡ് സ്റ്റാഫ് അറ്റൻഡൻസ്, അതായത് സ്റ്റാഫുകളുടെ അറ്റൻഡൻസ് അതുപോലെ സ്റ്റുഡൻസിന്റെ അറ്റൻഡൻസ്, ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഡീറ്റെയിൽസിനെയാണ് മിറർ എന്ന് പറയുന്നത്. മിറർ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഫോട്ടോ കോപ്പിയാണ്, അതായത് ഒറിജിനൽ രജിസ്റ്റർ അല്ല, അതിന്റെ ഒരു ഫോട്ടോ കോപ്പിയാണ് എന്ത് മിറർ എന്ന് പറയുന്നത്. ശരിക്കുമുള്ള അറ്റൻഡൻസ് ഒന്നെങ്കിൽ എന്താ പറയാ, ചിലപ്പോ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം അല്ലെ. ചില കാര്യങ്ങൾ നമുക്ക് സ്കൂളിൽ നിന്ന് മിസ്സാവാം, ചില രജിസ്റ്റർ കാര്യങ്ങളൊക്കെ മിസ്സാവാം. അപ്പോ ആ ഒരു മൊത്തത്തിലുള്ള കാര്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്, ഒരു രജിസ്റ്റർ മിസ്സായി കഴിഞ്ഞാലും അതിലെ വിവരങ്ങൾ നഷ്ടപ്പെട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മിറർ, അതായത് ഒരു ഫോട്ടോ കോപ്പി എന്ത് ചെയ്യാറുണ്ട്, സൂക്ഷിച്ചു വെക്കാറുണ്ട്. ഇതിനെയാണ് മിറർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, then ലീവ് ലെറ്റർ രജിസ്റ്റർ, ലീവ് ലെറ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള രജിസ്റ്റർ ആണ്. then അഡ്മിഷൻ രജിസ്റ്റർ. ഓക്കെ, കുട്ടികളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ ഞാൻ നോട്ട് ചെയ്ത് തന്നതാണ്. എല്ലാവരുടെ കയ്യിൽ നോട്ടില്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയത് ഓർമ്മയുണ്ടല്ലോ? കഴിഞ്ഞ ക്ലാസ്സിൽ ഓക്കെ ഓക്കെ. then അതുപോലെ തന്നെ സ്റ്റോക്ക് രജിസ്റ്റർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡെസ്ക്, ബെഞ്ചസ്, സയന്റിഫിക് ആർട്ടിക്കിൾസ് എക്സെട്ര. അതായത് സ്റ്റോക്ക് രജിസ്റ്ററിൽ വരുന്ന ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാല് ഡെസ്കുകളുടെ എണ്ണം, ഒരു സ്കൂളിലെ ഡെസ്കുകൾ എത്ര, ബെഞ്ചുകൾ എത്ര, അതുപോലെ അവിടെയുള്ള സയന്റിഫിക് ആയിട്ടുള്ള ആർട്ടിക്കിൾസ്, ചില ലേഖനങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ, മാസികകള്, മാഗസീൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പൊ അത് എത്ര എണ്ണമാണ് ആ സ്കൂളിലുള്ളത്, അതിന്റെ കംപ്ലീറ്റ് വിവരങ്ങളാണ് സ്റ്റോക്ക് രജിസ്റ്ററിൽ ഉണ്ടാവുക കേട്ടോ. 6 എന്ന് പറഞ്ഞാൽ മാർക്ക് രജിസ്റ്റർ ആണ്. ഇൻഫോർമേഷൻ അബൌട്ട് ദ മാർക്സ് ഒബ്റ്റൈൻഡ് ബൈ ദ സ്റ്റുഡൻസ് ഇൻ
each and every examination. മാർക്ക് രജിസ്റ്ററിൽ ഉണ്ടാവുന്നത് ഏത് തരം വിവരങ്ങളാ? അതായത് ചില സ്റ്റുഡൻസിന്, അതായത് ആ ഒരു സ്കൂളിലെ എല്ലാ സ്റ്റുഡൻസിനും ഓരോ എക്സാമിനും, ഇപ്പോ നമുക്കറിയാം ഫസ്റ്റ് ടൈം പലതരത്തിൽ ഓണപരീക്ഷയുണ്ട്, ക്രിസ്മസ് പരീക്ഷയുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള എക്സാമുകൾ ഉണ്ട് അല്ലെ. അപ്പൊ ഇതിനകത്തൊക്കെ കുട്ടികൾക്ക് മാർക്ക് കിട്ടും. ആ കംപ്ലീറ്റ് മാർക്കിന്റെ ഡീറ്റെയിൽസ് രേഖപ്പെടുത്തുന്ന ഓരോ എക്സാമിന് ശേഷവും ആ കുട്ടിക്ക് കിട്ടുന്ന, അതായത് ഓരോ കുട്ടികൾക്കും കിട്ടേണ്ട മാർക്ക് രേഖപ്പെടുത്തി വെക്കുന്ന രജിസ്റ്റർ ആണിത് ഈ ഒരു മാർക്ക് രജിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഫീ കളക്ഷൻ രജിസ്റ്റർ ആണ്. കുട്ടികളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഫീസുകള് എന്താണ് റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ഒരു രജിസ്റ്റർ ആണ് ഇത്, ഫീസ് കളക്ഷൻ രജിസ്റ്റർ. നെക്സ്റ്റ് വൺ വിസിറ്റേഴ്സ് നോട്ട് ഓർ ഇൻസ്പെക്ഷൻ രജിസ്റ്റർ. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിസിറ്റേഴ്സിന്റെ ഡീറ്റെയിൽസ് രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് ഇത് വിസിറ്റേഴ്സ് നോട്ട് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ? ഇനി നിങ്ങള് ടു ടേക്ക് അറ്റൻഡൻസ്, അറ്റൻഡൻസ് എടുക്കുന്നത് എങ്ങനെയാണെന്നാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതൊന്ന് നിങ്ങൾ നോക്കിയേ, കുറച്ചു നേരം ഒരു 5 മിനിറ്റ് ഒന്ന് അനലൈസ് ചെയ്തേ. എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. റീഡ് ചെയ്ത് കഴിഞ്ഞോ? എന്തെങ്കിലും മനസ്സിലായോ? മനസ്സിലായിട്ടുള്ളവരൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യൂ കേട്ടോ.
ആർക്കും ഒന്നും പിടികിട്ടിയിട്ടില്ല നോക്കിയിട്ട്. അഞ്ചിനൊക്കെ മനസ്സിലായോ? ടീച്ചർ നമ്മള് അറ്റൻഡൻസ് ഇടേണ്ടതല്ലേ? ആ. അതായത് ഇപ്പോ ഒരു ദിവസം ഫുൾ പ്രസന്റ് ആണെങ്കിൽ അറ്റൻഡൻസ് ഇടേണ്ട സിമ്പിൾ ആണ് ഫസ്റ്റ് കൊടുത്തേക്കുന്നത്. പിന്നെ അതുപോലെ ചില കുട്ടികൾ ഇപ്പൊ മോർണിംഗ് പ്രസന്റ് ആയിട്ട് ഉച്ച കഴിഞ്ഞിട്ടുണ്ടാവില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഉള്ള കുട്ടികളുടെ തന്നെയാണോ പറയണത് എനിക്കറിയില്ല. അപ്പോ അങ്ങനെയുള്ളവർക്ക് കൊടുക്കേണ്ട സിമ്പിൾ ആണ് സെക്കൻഡ് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ആഫ്റ്റർനൂൺ പ്രസന്റ് ആണെങ്കിൽ നമ്മള് ചെയ്യുന്ന അറ്റൻഡൻസ് ബുക്കിൽ ഇതുപോലെ ആയിരിക്കണം ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ചില കുട്ടികൾ രാവിലെ മാത്രം വന്നിട്ട് പിന്നെ എന്തെങ്കിലും അസുഖം കൊണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ ഈ മോർണിംഗ് സ്പോട്ട് എന്നുള്ള രീതിക്ക് കൊടുത്തേക്കുന്നത്. അടുത്തത് ഈ ടെക്സ്റ്റില് ക്ലിയർ അല്ല. മോർണിംഗ് ആബ്സെന്റ്, ആഫ്റ്റർനൂൺ പ്രസന്റ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഓരോ ടൈമിലും ഏതൊക്കെ ടൈമിലാണോ പ്രസന്റ് ഏതൊക്കെ ടൈമിലാണോ ആബ്സെന്റ് ആയിരിക്കണത് അപ്പൊ അതിനനുസരിച്ച് അറ്റൻഡൻസ് കൊടുക്കേണ്ട ഒരു രീതിയാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. ഫുൾ ഡേ ആണെങ്കിൽ 1 എന്നും ഫുൾ ഡേ ആബ്സെന്റ് ആണെങ്കിൽ 2 എന്നും പറഞ്ഞ് അങ്ങനെ ഓരോരോ ടൈമിൽ വെച്ചിട്ടുള്ള അറ്റൻഡൻസിന്റെ സിമ്പിൾസ് ആണ് ഈ കൊടുത്തേക്കുന്നതാണ് എനിക്ക് മനസ്സിലായത്. ഓക്കെ. അപ്പൊ ഞാൻ നിങ്ങളൊരു കാര്യം ചെയ്യാം. ഇതൊരു ആക്ടിവിറ്റി ആണ്. അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ഡീറ്റെയിൽസ് എന്താണ് കറക്റ്റ് എന്നൊന്ന് മനസ്സിലാക്കി എഴുതിക്കൊണ്ട് വരിക കേട്ടോ. ഓക്കെ. ഓക്കെ അല്ലേ? ആക്ടിവിറ്റി ബുക്കിലാണോ അതോ നോട്ടിലാണോ എഴുതണ്ടേ? നോട്ട് ബുക്കിൽ തന്നെ എഴുതിയാൽ മതി. അല്ലെങ്കിൽ ഒരു A4 ഷീറ്റ് എടുത്തിട്ട് അതിനകത്ത് എഴുതിയാലും മതിയാവും കേട്ടോ. ആ സിമ്പിള് വെച്ചിട്ട് ഫുൾ പ്രസന്റ് വെച്ചിട്ട് അതെന്താണെന്നൊന്ന് എഴുതുക. ഒരു 1 വേർഡിലോ ഒരു സെന്റൻസിലോ ഒന്ന് എഴുതുക എന്താ ഉദ്ദേശിക്കുന്നത് കേട്ടോ. മിസ് ഈ ഇൻട്രൊഡക്ഷൻ അങ്ങനെ എന്തെങ്കിലും എഴുതണോ അതോ ഡയറക്റ്റ് ആയിട്ട് ഇത് എഴുതിയാൽ വേണ്ട വേണ്ട അങ്ങനെ ഒന്നും വേണ്ട. ജസ്റ്റ് അറ്റൻഡൻസ് എന്ന് മാത്രം എഴുതിയിട്ട് ഈ ഒരു കാര്യം എഴുതിയാൽ മതി കേട്ടോ. പിന്നെ ഓഫീസ് മാനേജ്മെന്റ് ഹെഡിങ് കൊടുക്കുക. അത്ര മതി. ആക്ടിവിറ്റി ആണ് കേട്ടോ. എല്ലാവരും അടുത്ത ക്ലാസ്സിൽ ചെയ്തിട്ട് വരിക. ഞാൻ വായിപ്പിക്കും. ഓക്കെ. ഒരു 5 മിനിറ്റ് ഞാൻ സമയം തരാം. ഈ ഓഫീസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ കഴിഞ്ഞു നമ്മുടെ. ഇതിനെ കുറിച്ചൊരു സമ്മറി എഴുതുക കേട്ടോ. എല്ലാവർക്കും എഴുതാൻ പറ്റില്ലേ? ഇംഗ്ലീഷിൽ എഴുതാൻ പറ്റാത്തവര് അത് മലയാളത്തിൽ എഴുതിയാൽ മതി. പ്രോബ്ലം ഇല്ല. അതിന്റെ ഒരു സമ്മറി കണ്ടന്റ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് എഴുതിപ്പിക്കുന്നത് കേട്ടോ. 5 മിനിറ്റ്സ് മതിയോ? അല്ലെങ്കിൽ 10 മിനിറ്റ് വേണോ? എത്ര നേരം വേണം സമ്മറി എഴുതാനായിട്ട്? 5 മിനിറ്റ് കൂടുതൽ വേണ്ടി വരും. എന്നാലും തീരുമ്പോ തീരുമ്പോ പറഞ്ഞാൽ മതി കേട്ടോ. ഒന്ന് സമ്മറി എഴുതാനായിട്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിലൂടെ പഠിച്ചതെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് എഴുതിപ്പിക്കുന്നത്. എഴുതിക്കോളൂ കേട്ടോ.
ഷോർട്ട് ആയിട്ട് എഴുതിയാൽ മതി കേട്ടോ, കുറെ അധികം എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, ശുഭ എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞു. ഓക്കെ, ഒന്ന് റീഡ് ചെയ്യാമോ? മാം മലയാളത്തിൽ പറയും. മതി മതി, മലയാളത്തിൽ മതി. ഓഫീസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന സ്റ്റാഫുകളെ മെയിൻറ്റെയിൻ ചെയ്യുക, പിന്നെ റെക്കോർഡുകളൊക്കെ കീപ്പ് ചെയ്യുക, ഡിസിഷൻ എടുക്കുക, അങ്ങനെയൊക്കത്തെ കാര്യങ്ങളാണ്. അപ്പോൾ ടീച്ചർ എന്ന് പറയുന്ന ഒരു ഓഫീസ് മാനേജർ ഒന്നും അല്ല. അതുകൊണ്ട് ടീച്ചർക്ക് ഡിസിഷൻ എടുക്കേണ്ടയും മറ്റുള്ള സ്റ്റാഫിനെ ഒന്നും കൺട്രോൾ ചെയ്യേണ്ട അങ്ങനത്തെ ഒന്നും ആവശ്യം വരുന്നില്ല. ഇങ്ങനെ വർക്കുകളിലൊക്കെ ഒന്ന് സഹായിച്ചാൽ മതി. പിന്നെ ടീച്ചർ എന്തെങ്കിലും ഫയലുകൾ എഴുതുക അല്ലെങ്കിൽ രജിസ്റ്റർ കീപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവരത് നല്ല ഇംഗ്ലീഷിൽ നല്ല ഹാൻഡ് റൈറ്റിംഗിൽ വേറൊരാൾക്ക് മനസ്സിലാകണ പോലെയൊക്കെ എഴുതി വെക്കണം. അപ്പൊ അങ്ങനെ എഴുതാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ എഴുതണതൊക്കെ ഒഴിവാക്കിയിട്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ സഹായിച്ചാൽ മതി. ഐഡിയാസ് കൊടുക്കുകയോ മറ്റുള്ള വർക്കിൽ സഹായിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്താൽ മതി. പിന്നെ ഒരു ടീച്ചർ എന്തായാലും അവരുടെ ക്ലാസ്സിലെ അറ്റൻഡൻസ് രജിസ്റ്റർ കൃത്യമായിട്ടും കീപ്പ് ചെയ്യണം. പിന്നെ ലീവ് ലെറ്റർ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം സൂക്ഷിച്ചു വെക്കണം. പിന്നെ അതിന് അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ അവിടെ ഇല്ലെങ്കിൽ രജിസ്റ്റർ കീപ്പ് ചെയ്യുകയും വിസിറ്റേഴ്സിന്റെ റെക്കോർഡ് കീപ്പ് ചെയ്യുക, എഴുതി വെക്കുകയും അങ്ങനെയൊക്കെ ചെയ്യണം. പിന്നെ ഒരു ടീച്ചർക്ക് കിട്ടാവുന്ന പ്രമോഷൻ എന്ന് പറയുന്നത് ടീച്ചർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രമോഷൻ എന്ന് പറയുന്ന ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ അഡ്മിനിസ്ട്രേറ്റർ ആകുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഓഫീസ് വർക്കൊക്കെ ചെയ്യുന്നത് അതിലേക്കുള്ള ഒരു ട്രെയിനിങ് ആയിട്ട് കരുതിക്കൊണ്ട് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യണം. പിന്നെ അവരുടെ സുപ്പീരിയേഴ്സിന് ഓഫീസ് വർക്ക് ചെയ്ത് കൊടുക്കുന്നതൊക്കെ അത്ര നന്നായിട്ടൊക്കെ ചെയ്താൽ പിന്നീട് അഡ്മിനിസ്ട്രേറ്റർ പോസ്റ്റിലേക്കൊക്കെ ഒരു വേക്കൻസി വരുമ്പോൾ ഇവരെ അലോട്ട് ചെയ്യാൻ ശ്രമിക്കും. പിന്നെ ഒരു ടീച്ചർ അഡ്മിനിസ്ട്രേഷൻ രജിസ്റ്ററോ സ്റ്റാഫ് രജിസ്റ്ററോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതുകയോ കീപ്പ് ചെയ്യുകയോ ഒക്കെ ചെയ്യുവാണെങ്കിൽ അത് രഹസ്യമായിട്ട് തന്നെ വെക്കണം. അല്ലാണ്ട് അത് നമ്മുടെ ഫ്രണ്ട്സിനോടോ ലൈഫ് പാർട്ട്ണറോടോ ഒന്നും ഷെയർ ചെയ്യാനായിട്ട് പാടില്ല.
പിന്നെ ടീച്ചർ സ്കൂൾ ഓപ്പണിംഗ് ടൈം ഒക്കെ ആകുമ്പോഴത്തേക്ക് യൂണിഫോമോ ബുക്കോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ കുട്ടികളുടെ ആയാലും പേരൻസിനായാലും കൊടുക്കുന്നവരുടെ പേര് എഴുതി വെച്ച് സൈൻ ചെയ്ത് കൃത്യമായിട്ട് വാങ്ങണം. ബാലൻസ് എഴുതി വെക്കണം. കിട്ടിയതും ബാലൻസ് ആയതും ഒക്കെ എഴുതി വെച്ച ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള കണക്ക് കീപ്പ് ചെയ്യണം. അങ്ങനെ വന്നാൽ പിന്നീട് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാം. അത്രേ ഉള്ളൂ. ഓക്കെ. ഇനി ആരെയാണ് എഴുതിയിട്ടുള്ളത്? വായിച്ചോളൂ കേട്ടോ. എഴുതിയവരെ റീഡ് ചെയ്യാം. മഞ്ജുവിന്റെ കഴിഞ്ഞോ? കഴിഞ്ഞു മാം. പക്ഷെ എന്നെ മിക്കവാറും ഇപ്പൊ ഓഫീസിലോട്ട് വിളിക്കും. അപ്പോൾ ഞാൻ മുറിക്കേണ്ടി വരും. അതുകൊണ്ട് വേറെ ആരെങ്കിലും പറഞ്ഞാൽ നന്നായിരുന്നു. ഓക്കെ ഓക്കെ. ലിജി സ്റ്റീഫൻ എഴുതി വരുന്നോ? ലിജി എഴുതിയിട്ടുണ്ട് മാം, കുറച്ച് എഴുതിയിട്ടുള്ളൂ. ഓക്കെ ഓക്കെ, റീഡ് ചെയ്തോളൂ കേട്ടോ. Office management. The word of office management means maintaining the staff, maintaining the records, decision making, etc. In the school, teachers have different duties and responsibilities. Every teacher should take care of maintaining the attendance register of your class, leave letters of your class, and register visitors, etc. Every teacher has many responsibilities there. Delivery of uniform, books, notebooks, and special books, etc. മാം ഇത്ര എഴുതിയിട്ടുള്ളത്. ഓക്കെ. അനില എഴുതിയിട്ടുണ്ടോ? അനില മിസ് ഞാനേ പുറത്താണ് എഴുതിയിട്ടില്ല, ജസ്റ്റ് വേണമെങ്കിൽ പറയാം, എഴുതാൻ പറ്റില്ല. ഓക്കെ ഓക്കെ, പറഞ്ഞോ. ജസ്റ്റ് പറഞ്ഞു. അതായത് ഇപ്പൊ എടുത്ത ക്ലാസ്സിലെ കാര്യങ്ങളല്ലേ? അത് മതി, കുഴപ്പമില്ല. ഞാൻ മൊത്തം സമ്മറി എഴുതാനാ പറഞ്ഞത്. ഓക്കെ. എല്ലാരും അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റില്ല, കുറച്ചൊക്കെ ഉള്ളൂ കേട്ടോ, ശ്രദ്ധിച്ചിട്ടുള്ളൂ കേട്ടോ. അതായത് നമ്മള് ടീച്ചേഴ്സിന് കുറെ റെസ്പോൺസിബിലിറ്റീസ്, അതായത് ക്ലാസ്സിലെ യൂണിഫോം ആ ഒരു ഭാഗമാണ് മാം ശരിക്കും ശ്രദ്ധിച്ചുള്ളൂ. നമ്മുടെ കുട്ടികൾക്ക് യൂണിഫോം പ്രൊവൈഡ് ചെയ്ത ഓഫീസ് മാനേജ്മെന്റില് എല്ലാം ടീച്ചേഴ്സിന്റെ ഡ്യൂട്ടിയിൽ, അവരെ ഏൽപ്പിക്കുന്ന ഡ്യൂട്ടിയിൽ ഒന്നാണ് നമ്മള് യൂണിഫോം പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ക്ലാസ്സിലെത്തുന്നുണ്ട്. ഇപ്പൊ ഫിക്സഡ് ചാർജ് ആയിരിക്കും യൂണിഫോമത്തിന്റെ എല്ലാത്തിന്റെ. അപ്പൊ നമ്മൾക്ക് കറക്റ്റ് എന്താണ് കണക്കുകൾ അത് ഫയൽ ചെയ്ത് വെക്കുക, എത്ര പേർക്ക് കൊടുത്തു, എത്ര പേര് ഇനി തരാനുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതെല്ലാം കറക്റ്റ് ആയിട്ട് നമ്മള് നമ്മുടെ ഫയലില് കീപ്പ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ഒരു കുറച്ച് ഭാഗ്യം ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാല് ബാക്കിയുള്ള ഫയലുകളും നമ്മള് എല്ലാ കണക്കുകളും സ്റ്റുഡൻസിന്റെ നമ്മൾ കീപ്പ് ചെയ്യുക. അതാണ് മെയിൻ ആയിട്ട് ശ്രദ്ധിച്ചത് സാർ. താങ്ക് യു മാം. അഞ്ജന ശുഭ. ഞാൻ കഴിഞ്ഞ ക്ലാസ് കൂടിയില്ലായിരുന്നു. അപ്പൊ ഇപ്പൊ ചുമ്മാ ഇങ്ങനെ വായിച്ചിട്ട് പറഞ്ഞു. അപ്പം മേഡം പഠിപ്പിച്ച പോലെ ആയിരിക്കില്ല, എന്തെങ്കിലും തെറ്റുണ്ടായിരുന്നോ പറഞ്ഞേന്ന് അറിയില്ല കേട്ടോ. ഇനി വേണം എനിക്ക് റെക്കോർഡഡ് ക്ലാസ് കൂടാനായിട്ട്. അഞ്ജന എഴുതിയോ? കൊച്ചെടുത്തോണ്ടിരിക്കുന്നു, അപ്പൊ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റില്ല, ഒച്ചപ്പാടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അത് ഞാൻ ഇതാക്കാതെ. ഞാനേ കഴിഞ്ഞ ക്ലാസ്സിൽ കേറിയിട്ടുണ്ടായിരുന്നില്ല, ഇന്നത്തെ ക്ലാസ് മാത്രമേ ഞാൻ കേറിയിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഇടയ്ക്ക് കുറച്ച് പെൻഡിങ് ഉണ്ടായിരുന്നു, അപ്പോ എല്ലാ ക്ലാസ്സും കണ്ടോണ്ടിരിക്കുക. പിന്നെ ഇപ്പൊ ലാസ്റ്റ് 2 ക്ലാസ്സേ കാണാനുള്ളൂ. മഞ്ജു വായിക്കാൻ റെഡിയാണോ? പ്രധാനപ്പെട്ട പോയിന്റ്സ് ആദ്യത്തെ കുറച്ച് പാർട്ടിൽ വായിക്കാമേ. A teacher cannot make decisions, or she does not want to control other staff, but she is only taking part of his office work. That is the main point in that sentence, that paragraph.
then she should do only the work dispersed to her. അവർക്ക് പറഞ്ഞിരിക്കുന്ന വർക്കുകൾ മാത്രം ചെയ്താൽ മതിയാവും അല്ലെ? വർക്ക് ആൻഡ് ഹിസ് എൻസ് വിത്ത് പ്രോബ്ലംസ് റിപ്പീറ്റഡ്ലി. അത് ആവശ്യമില്ലാത്ത വർക്കിൽ ചെന്ന് വിട്ടിട്ട് പ്രോബ്ലംസ് ഉണ്ടാക്കാതിരിക്കാനായിട്ട് അവർക്ക് പറയുന്ന വർക്കുകൾ മാത്രം ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഏറ്റവും പ്രധാനമായി എനിക്ക് കിട്ടിയത് ഒരു ടീച്ചർ ഷുഡ് ടേക്ക് കെയർ ഓഫ് മെയിൻറ്റൈനിങ് ദ അറ്റൻഡൻസ് രജിസ്റ്ററും ക്ലാസ് രജിസ്റ്റർ, ലീവ് രജിസ്റ്റർ ആൻഡ് വിസിറ്റേഴ്സ് രജിസ്റ്റർ, എൻട്രീസ് ഓഫ് വിസിറ്റേഴ്സ് നോട്ട്ബുക്ക് ഡ്യൂറിങ് ദ ആബ്സെൻസ് ഓഫ് ഓൾ ഹെർ അഡ്മിനിസ്ട്രേഷൻ. അതായത് ആ ടീച്ചർ കീപ്പ് ചെയ്യുന്ന എല്ലാ രജിസ്റ്റേഴ്സും മറ്റാർക്കും വ്യക്തമായി മനസ്സിലാക്കാവുന്നതും ഇത്തരം രജിസ്റ്റേഴ്സ് കീപ്പ് ചെയ്യുന്നതിലായിരിക്കണം കൂടുതലും താല്പര്യം കാണിക്കേണ്ടത്. ഓക്കെ മാം, ഞാൻ ഇത്രയും നിർത്തുന്നു. എനിക്ക് വീണ്ടും നന്നായിട്ട് പറഞ്ഞു കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് പോവാല്ലേ? എല്ലാരും റെഡി അല്ലേ? യൂണിറ്റ് 3 ആണ് കേട്ടോ. ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്. എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്? ആ പേര് കേൾക്കുമ്പോ എന്താ തോന്നുന്നേ? നമ്മുടെ സ്ഥാപനത്തെ കുറിച്ചുള്ള ഇതാണോ മാം? ഒരു സ്ഥാപനം എങ്ങനെയാണ് നടക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, കൃത്യമായിട്ട് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം അല്ലെ? അപ്പോ അതിന്റെ നടത്തിപ്പ് എങ്ങനെയാണ്, അതിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോ ആദ്യം ഒരു കാര്യം ചെയ്യാം, മീനിങ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് എന്ന് പറയുന്ന ആ ഒരു പാരഗ്രാഫ് റീഡ് ചെയ്യുക കേട്ടോ. മൈൻഡിൽ റീഡ് ചെയ്യുക, അതിനുശേഷം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, വായിച്ചിട്ട് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? അഞ്ജന വായിച്ചിട്ട് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാമോ? മനസ്സിലായതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ അതായത് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാനിങ്, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്ലാനിങ് വേണം. അതുപോലെ തന്നെ എന്താ പറയാ, ഒരു മിനിറ്റ്. അതായത് ഇപ്പൊ ഒരു സ്കൂൾ നടത്തുമ്പോൾ ആ സ്കൂളിന്റെ ഇമ്പ്രൂവ്മെന്റ് അല്ലെങ്കിൽ സ്കൂളിന്റെ പേര് നിലനിർത്താനായിട്ട് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ, അത് കറക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ വേയിലൂടെ വേണം പ്ലാൻ ചെയ്യാൻ. അതിനൊരു മാക്സിമം അതിനകത്തുള്ള ലേണിംഗ് മെറ്റീരിയൽസ് അത് ഓക്കെ ഞാൻ പറഞ്ഞോളാം കേട്ടോ അഞ്ജന. ഓക്കെ, അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് എന്ന് പറയുന്നത് എന്താ പറയാ, ഒരു സിസ്റ്റമാറ്റിക് വേ ആണ്. ഓക്കെ,
അതായത് ഇപ്പോ ഇൻസ്റ്റിറ്റ്യൂഷന്റെ കാര്യം മാത്രമല്ല, നമ്മുടെ ലൈഫ് എടുക്കുക അല്ലെ. നമ്മുടെ ലൈഫിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അല്ലെ. ഇപ്പോ നാളത്തെ കാര്യം ഇന്നാണ് നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കുക അല്ലെ. നാളെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ടത്, അല്ലെങ്കിൽ ലഞ്ചിന് എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, കുട്ടികളെ എത്ര മണിക്കാണ് വിളിക്കേണ്ടത്, അങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാനിങ്ങിലല്ലേ നമ്മൾ മുന്നോട്ട് പോകുന്നേ. എല്ലാവർക്കും പ്ലാനിങ് ഉണ്ടോ? ഉണ്ട് അല്ലെ. പ്ലാനിങ് ഉണ്ടെങ്കിലാണ് നമ്മൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പത്തിൽ ചെയ്തു തീർക്കാനായിട്ട് സാധിക്കുക. അപ്പോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് എന്ന് പറയുമ്പോൾ അതൊരു സിസ്റ്റമാറ്റിക് വേ ആണ്. ഈ ഒരു പ്ലാൻ എന്തിനു വേണ്ടിയിട്ടാണ് നടപ്പിലാക്കുന്നത്? അത് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ്. ഏതൊരു പ്രസ്ഥാനമാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും, അത് സ്കൂൾ ആയിക്കോട്ടെ, കോളേജ് ആയിക്കോട്ടെ, ബാങ്ക് ആയിക്കോട്ടെ, ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ എടുത്താലും നമുക്ക് പ്ലാനിങ് കാണാനായിട്ട് സാധിക്കും. ആ പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമാണ് അത് പ്രോപ്പർ ആയിട്ട് പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണിത് പ്ലാനിങ് എന്ന് പറയുന്നത്. ഈ പ്ലാനിങ്ങില് നമ്മൾ മാക്സിമം റിസോഴ്സസ് ഉപയോഗിക്കുന്നു. റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാനിങ്ങിലെ റിസോഴ്സസ്, പലതരം റിസോഴ്സസ് ഉപയോഗിക്കുക അല്ലെ. ഒരു സ്കൂൾ ആകുമ്പോൾ അവിടെ മെയിൻ ആയിട്ട് വരുന്ന റിസോഴ്സസ് എന്ന് പറയുന്നത് സ്റ്റുഡൻസ് ആണ്. അതുപോലെ തന്നെ അധ്യാപകര് അല്ലെ, ടീച്ചേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ അവിടെയുള്ള ബെഞ്ചുകള്, ഡെസ്കുകള്, മെഷീനറീസ്, അങ്ങനെ ധാരാളം കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളൊരു സ്കൂള് പ്രവർത്തിപ്പിക്കുക. അപ്പൊ ഇതിനെയാണ് റിസോഴ്സസ് എന്ന് പറയുന്നത്. അപ്പൊ മാക്സിമം റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഏതൊരു സ്ഥാപനവും പ്രവർത്തിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ പ്ലാനിങ്ങിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാനിങ് നടത്തുന്നത്? അതായത് ഔട്ട്കം ഓഫ് സ്റ്റുഡൻസ് അത് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതായത് കുട്ടികളുടെ നല്ല ഫ്യൂച്ചറിന് വേണ്ടിയിട്ട്, അവർക്കൊരു നല്ല ഭാവി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരിൽ നിന്ന് നല്ല റിസൾട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലാനിങ് നടത്താറുണ്ട്. അതുപോലെ തന്നെ നല്ല ടീച്ചിങ് ലേണിംഗ് മെത്തേഡ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഓക്കെ, നല്ല രീതിയിൽ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ടീച്ചേഴ്സിന്റെ പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് പ്ലാനിങ്ങിന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. പിന്നെ പ്ലാനിങ് എന്ന് പറയുന്നത് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഓരോ സ്കൂളിനും വ്യത്യസ്തമായിരിക്കാം. എല്ലാ സ്കൂളും ഒരുപോലെയുള്ള പ്ലാനുകളായിരിക്കില്ല നടപ്പിലാക്കുന്നത്. ചെറിയ രീതിയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. പിന്നെ അതുപോലെ തന്നെ പ്ലാനിങ്ങിന്റെ റെസ്പോൺസിബിലിറ്റി ആർക്കാണ് ഒരു സ്കൂളില്? ആരാണ് പ്ലാൻ ചെയ്യേണ്ടത്? ആരാണ് റെസ്പോൺസിബിലിറ്റി? ആരായിരിക്കും? പ്രിൻസിപ്പൽ അല്ലെങ്കിൽ സ്കൂൾ ഹെഡിനാണ് പ്ലാനിങ്ങിന്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ടാകുക. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ പ്ലാനിങ് എന്ന് പറയുന്നത് സ്കൂളിന്റെ ഡെവലപ്മെന്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. പ്ലാനിങ് മീൻസ് ഗെറ്റിംഗ് തിങ്സ് ഡൺ. ചില കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് പ്ലാനിങ് എന്ന് പറയുന്ന കാര്യം ഇവിടെ നടപ്പിലാക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു സക്സസ്ഫുൾ പ്ലാനിങ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ചില കാര്യങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. എന്തൊക്കെ കാര്യങ്ങളാണ്? എന്ത് വർക്കാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്യാനായിട്ട് പോകുന്നത്, അതുപോലെ തന്നെ അത് എന്തിനു വേണ്ടിയിട്ടാണ്, എപ്പോഴാണ്, എങ്ങനെയാണ്, എവിടെ വെച്ചിട്ടാണ്, പിന്നെ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആരൊക്കെയാണ്, ദാറ്റ് ഈസ് ഹു വിൽ ബി ലയബിൾ. ഓക്കെ. അപ്പൊ പ്ലാനിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടായിരിക്കുക? ഒരു സക്സസ്ഫുൾ പ്ലാനിങ് ആണെങ്കിൽ അതിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് എന്ത് വർക്കാണ് അവിടെ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ആ വർക്ക് ചെയ്യുന്നത്, വെൻ എങ്ങനെയാണ് ആ വർക്ക് ചെയ്യുന്നത്, ദെൻ ഹൗ എന്താ പറയാ, എങ്ങനെ, എന്തുകൊണ്ട്, എപ്പോൾ, അതുപോലെ വെയർ എവിടെയാണ് അത് ചെയ്യുന്നത്, ആരൊക്കെയാണ് അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺസ്. ഇത്തരം കാര്യങ്ങളൊക്കെ ഈ ഒരു പ്ലാനിങ്ങിൽ ഉണ്ടാവും. അപ്പൊ ഒരു സ്കൂള് നടത്തിക്കൊണ്ട് പോകുമ്പോൾ ആ സ്കൂളില് സ്റ്റുഡൻസ് ഉണ്ട്, പലതരം ക്ലാസ് റൂമുകൾ ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, അവിടുത്തെ മാനേജ്മെന്റ് ഉണ്ട്, നോൺ ടീച്ചിങ് സ്റ്റാഫ് ഉണ്ട്, അങ്ങനെ പലതരം ഘടകങ്ങൾ നമുക്ക് സ്കൂളിൽ കാണാനായിട്ട് പറ്റും അല്ലെ. അപ്പൊ സ്കൂള് ഇപ്പൊ ടീച്ചർ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു കൂട്ടം ടീച്ചേഴ്സ്, ഒരു 10 ടീച്ചേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. 10 ടീച്ചേഴ്സിനും ഓരോ ക്ലാസ്സുകൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും അല്ലെ. അപ്പൊ കൃത്യമായിട്ട് ഒരു ടീച്ചറിനെ നമുക്ക് ഒരു ക്ലാസ്സിലേക്ക് അസ്യൂം ചെയ്യുന്നു, വേറൊരു ടീച്ചറിനെ വേറൊരു ക്ലാസ്സിലേക്ക് അസ്യൂം ചെയ്യുന്നു. അങ്ങനെ കൃത്യമായിട്ട് ഒരു പ്ലാനിങ് നടത്തിയിട്ടുണ്ടാകും. ഏത് ടീച്ചറാണ് ആ ക്ലാസ് റൂമിൽ പഠിപ്പിക്കേണ്ടതെന്നുള്ള ഒരു വ്യക്തമായിട്ടുള്ള ധാരണ ഈ പ്ലാനിങ്ങിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ. അതുപോലെ തന്നെ സ്കൂൾ എപ്പോഴാണ് പ്രവർത്തിക്കേണ്ടത്, എപ്പോഴാണ് സ്കൂളിൽ ബെല്ലടിക്കേണ്ടത്, എപ്പോഴാണ്,
ക്ലാസ് സമയം സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്, അതുപോലെ തന്നെ എപ്പോഴാണ് ലോങ് ബെൽ അടിക്കേണ്ടത്, കുഞ്ഞുങ്ങളെ വിടേണ്ടത് ഏത് സമയത്താണ്, എപ്പോഴാണ് മീൽ ടൈം ഉള്ളത്, ഉച്ചഭക്ഷണം കൊടുക്കുന്നത് ഏത് സമയത്താണ്, ഇന്റർവെൽ എപ്പോഴാണ്. ഓക്കെ, അപ്പൊ അത്തരത്തില് അതുപോലെ ഡ്രില്ല് പോലുള്ള പീരീഡുകൾ അതെപ്പോഴാണ് വേണ്ടി വരുന്നത്, അങ്ങനെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങൾക്കും എന്തുണ്ട്, ഒരു പ്ലാനിങ് സ്കൂളിൽ നടത്തും. ഓക്കെ, ഇതിനെയാണ് മീനിങ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്. മീനിങ് ഓഫ് എന്നാണ് കേട്ടോ അവിടെ ഉദ്ദേശിക്കുന്നത്. മീനിങ് ഓഫ് ഹെഡിങ് കേട്ടോ, മീനിങ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് എന്ന് പറയും. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പ്ലാനിങ് നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഓക്കെ, ഇത്രയും വരെ വായിച്ചിട്ട് വരിക കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ ആക്ടിവിറ്റി ചെയ്തിട്ട് വരിക. ഓഫീസ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട അറ്റൻഡൻസിന്റെ ആക്ടിവിറ്റി ഒന്ന് ചെയ്തിട്ട് വരിക. ഓക്കെ, ഈ അടുത്ത് ഞാൻ നിങ്ങൾക്ക് തന്ന അസൈൻമെന്റ് ഏതായിരുന്നു? അസൈൻമെന്റ് നീഡ്സ് എല്ലാവരും സബ്മിറ്റ് ചെയ്തായിരുന്നോ? സബ്മിറ്റ് ചെയ്തു അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് സൈൻ ഔട്ട് ചെയ്യാം. ആരാണ് സൈൻ ഔട്ട് പറയുന്നേ? സൈൻ ഔട്ട് ഒരാൾ പറയട്ടോ. Thank you, Ashwini ma'am, for conducting today's class so well. Your dedication and support have made this online class a valuable and enjoyable experience. Thank you, ma'am. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു. താങ്ക് യു. എല്ലാവരും ആക്ടിവിറ്റി ഒക്കെ ചെയ്തിട്ട് വരിക.